അസ്സലാം. മോഹൻലാൽ നായകനെ എത്തിയ തുടരുമെന്ന ചിത്രം ഒരു മാസം പിന്നിടുകയാണ്. ഇന്ന് 29-ാം ദിനമാണ്. ഈ ഒരു വെള്ളിയാഴ്ചയും മികച്ച രീതിയിൽ തന്നെ സിനിമ കുതിച്ചുയരുന്നു. സാധാരണയുള്ള റിലീസ് ചിത്രങ്ങളെക്കാൾ കൂടുതൽ പ്രൗഢിയോട് തന്നെ സിനിമ കുതിക്കുകയാണ്. ഇന്നലത്തേനേക്കാൾ കൂടുതൽ ആണ് സിനിമയുടെ ഒക്യുപ്പൻസിയും വന്നിരിക്കുന്നത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാരണം കൂടുതൽ ഡീറ്റെയിൽസ് പുറകെ വരുന്നു. 529ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 32,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 49 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. ഇന്ന് മേജർ റിലീസുകൾ 2 വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നു 50 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷൻ തന്നെ. അതായത് ഇന്നും സിനിമ 70 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും കളക്ഷൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. 20.38% സിനിമയുടെ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. അതായത് ഈ 28 ദിനങ്ങളിലും സിനിമയ്ക്ക് 1 കോടിയോളമാണ് കളക്ഷൻ വന്നത്. ഇന്നത്തെ ദിവസം സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 90 ലക്ഷം രൂപയോളമായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത് സിനിമ ഈ 28 ദിനങ്ങൾ കൊണ്ട് നേടിയ കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 115 കോടിയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20 കോടിയാണ് സിനിമ എത്തിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 93 കോടിയുമാണ് സിനിമ എത്തിയിരിക്കുന്നത്. മൊത്തം 227 കോടിയാണ് സിനിമ 28 ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത്. ഈ 29-ാം ദിനത്തിൽ സിനിമ നേടാൻ പോകുന്നത് 229 കോടി എന്നുള്ള റേഞ്ചിലായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് കളക്ഷൻ സിനിമയ്ക്ക് പോകുന്നത്. വരുന്ന ശനി, അതായത് നാളെയും മറ്റന്നാളും നമ്മൾ കൂടുതൽ പ്രതീക്ഷയാണ്. അതായത് 2 കോടി, 1.5-2 കോടിയായിരിക്കും സിനിമയുടെ കളക്ഷനായിട്ട് വരാൻ പോകുന്നത്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോകും. കഴിഞ്ഞ ശനിയാഴ്ച ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രം 1,57 ലക്ഷം രൂപയും ഞായറാഴ്ച 2,45 ലക്ഷം രൂപയുമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി വന്നത്. കഴിഞ്ഞ ശനി ഞായർ ദിനങ്ങളിലെ കളക്ഷനാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ശനി ഞായറിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെ. അതായത് 1.5 കോടിക്ക് മുകളിലായിരിക്കും ഈ വരുന്ന ശനി ഞായറിൽ സിനിമ വരാൻ പോകുന്നത്. ഒരു മാസം പിന്നിടുമ്പോഴും സിനിമയ്ക്ക് അല്ലെങ്കിൽ തുടരുമെന്ന ചിത്രത്തിനോട് പിടിച്ചു നിൽക്കാൻ വേറെ ഒരു ചിത്രവുമില്ല. റിലീസ് ചിത്രങ്ങൾക്ക് പോലും ഈ സിനിമയുടെ മുന്നിൽ തലയുയർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണാം. അതേപോലെ തന്നെ നമ്മളുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അണിയറ പ്രവർത്തകരുമായിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് ഒരുപാട് പ്രേക്ഷകരുടെ ഒരു ആഗ്രഹം, അതായത് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുക. ഇത്ര വിജയമായ ഒരു സിനിമയ്ക്ക് ഈ ലോങ് റണ്ണിൽ ഒരു 4 പേര് വരുമ്പോൾ 2 പേർക്ക് ഫ്രീ ടിക്കറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അനുവാദമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നടക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതിനൊക്കെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരിക്കാം. അണിയറ പ്രവർത്തകർ ഇത് ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായും അവർക്കൊരു ഒന്ന് ചിന്തിക്കാനുള്ള അവസരം തന്നെയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് പറയാറുണ്ട് സിനിമയ്ക്ക് ടിക്കറ്റ് നിരക്ക് കുറച്ചാൽ ഒരുപാട് പേർക്കൊന്ന് കാണാമായിരുന്നു എന്നുള്ളത് തിയേറ്ററിൽ തന്നെ. അപ്പോൾ ഇനിയും ഈ സിനിമ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന 1 കോടിക്ക് അടുത്തുള്ള അല്ലെങ്കിൽ 1 കോടി എന്നുള്ള കളക്ഷൻ ഒരു പക്ഷേ 2-2.5 കോടിക്ക് മുകളിലേക്ക് വരും പെർ ഡേ എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ വേണ്ടി വന്നാൽ ഇനിയും ഒരു മാസം തിയേറ്ററുകളിൽ നിറഞ്ഞാടും. മലയാളത്തിലെ ആദ്യ 200 കോടി ക്ലബ്ബിൽ കയറാൻ കെൽപ്പുള്ള ചിത്രമാണ് എന്ന് ഉറപ്പിക്കാം. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.